വീട് ഞെട്ടിക്കുന്ന സ്വപ്നങ്ങളാ കാണുന്നത്. ഞാനും എന്റെ കെട്ട് കഴിഞ്ഞു വരെ കണ്ടു. കല്യാണം മുടക്കാൻ ഓരോ നമ്പർ കാണിച്ച് കാണിച്ച് കല്യാണം നേരത്തെ. ഇനിയിപ്പോ എന്ത് ചെയ്യടാ? ദൈവം എന്ന് പറഞ്ഞ ഒരാൾ മുകളിൽ ഇരിപ്പണ്ടല്ല, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. എനിക്ക് ഒന്ന് ഫോൺ ചെയ്യണം. എടാ ചേട്ടാ, ഒരു അത്യാവശ്യം ഒന്ന് വിളിച്ചോട്ടെ. അല്ല അത് പിന്നെ എത്രയാണ്? 4850. എന്താശാനെ ഇതെല്ലാം നടക്കോ? റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. റിങ് ചെയ്താൽ എടുക്കുന്ന നമ്പറായിട്ടേ ദേ ഇവിടെ ഒത്തിരി പേരുണ്ട്. ഒന്നൂടെ. കിട്ടുന്നില്ല. അതിന് വിളിച്ച സ്ഥലത്ത് ഫോൺ വേണം. ഫോൺ എടുക്കുന്നില്ല. എനിക്കൊന്ന് ഫോൺ ചെയ്യണം. മോർഫിംഗ്. ആ കൊച്ചുകുറുപ്പിനെ കണ്ടില്ലല്ലോ. വരും മുതലാളി, വരും. സാർ കാശ്. ഓ, ടെൻഷൻ കൊണ്ട് മറന്നാ. എന്നാ മോർഫിംഗ്. അതെ, മോർഫിംഗ്. കേട്ടോ സാർ, സൂക്ഷിച്ചു പോ. അവന്റെ മുഖം മൂടി വലിച്ച് കീറുപോയില്ലേ? നിൽക്കണ അവിടെ. എന്നോടാണോ? എന്താ പ്രശ്നം? നിന്റെ ഈ മുഖം കൂടി കടിച്ചു കീറുക. അയ്യോ, ആളത്തിനെ പിടിച്ചേക്കണേ. നോക്കി നിൽക്കാൻ അവരെ പിടിയടാ പട്ടികളെ. ചവന്തീനി അയാളെന്നെ കടിച്ചീറാൻ വന്നു. കളിച്ച് കളിച്ച് ഇയാള് മേലുപദ്രവം തുടങ്ങിയോ? ആ നീ വണ്ടി കയറ്, ഇറങ്ങിയാരി മുടക്കണ്ട. എങ്ങട് കല്യാണ ഡ്രസ് എടുക്കാൻ മുതലാളി അവര് രണ്ടുപേരെ ശ്രദ്ധിച്ചായിരുന്നോ? അത് രണ്ടും കൂടെ ഒന്നല്ല, രണ്ടാ. അപ്പോഴത് മോർഫിംഗ് അല്ല, തെറ്റുപറ്റിയത് നമുക്കാ. മുതലാളി, ഞാൻ നാന വായിച്ചെല്ലാം പഠിച്ചു. ഇതൊരു പുതിയ ടെക്നിക്കാണ്, ഒരാളെ രണ്ടാളാക്കി മാറ്റുന്ന വിദ്യ. ഇതിന് ക്ലോണിംഗ് എന്ന് പറയും. എന്താ ക്ലോണിംഗ്? ഇതിന് ക്ലോസിംഗ് എന്ന് പറയും. നിന്റെ ചാപ്റ്റർ ക്ലോസ്. ഹലോ, ആ ഇന്ന് തന്നെ അയച്ചേക്കണം. ആ നാളെ എങ്കിലും കിട്ടണം. ഓണമൊക്കെ കഴിഞ്ഞ വളരെ റിങ് ചെയ്താ ഒരിക്കലും എടുക്കാത്ത നമ്പറായിട്ട് ഒരുത്തം പന്നുണ്ട്. വെറുതെ സമയം എടുക്കാൻ. ആ ഒന്ന് വിളിച്ചോട്ടെ. അയാളൊന്ന് ഇറങ്ങിക്കോട്ടെ. 4850. അതെ, പഴയ നമ്പർ തന്നെയല്ലേ, അത് കിട്ടൂല. കരിനാക്കെടുത്ത് വളയ്ക്കാതെ. ഇതെന്താ നേർച്ചയാണ്? കൽക്കട്ടയ്ക്ക് ഒന്ന് വിളിക്കണല്ലോ. അതെ, ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ ട്രൈ ചെയ്ത് തന്നെ മെനക്കെടുത്തരുത്. ഹലോ ഹലോ ഹലോ, ഞാനാ. ഇത്രയും കാലം ഫോൺ കിട്ടാനിട്ടായിരുന്നു. കിട്ടിയപ്പോ ഒന്നും മിണ്ടുന്നില്ല. എന്താ ഇത്? ഹലോ, എന്താ എന്നെ പിന്നെ വിളിക്കാഞ്ഞത്? വിളിക്കണുണ്ടായിരുന്നു, കിട്ടണ മുഴുവൻ റോങ് നമ്പറാ. ഞാനിപ്പോ നാട്ടിൽ ഈ ഫോൺ ഒന്ന് കിട്ടാൻ വേണ്ടി ദിവസം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാനും. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, അതുകൊണ്ടാണല്ലോ ഇപ്പോഴെങ്കിലും ഒന്ന് കിട്ടിയത്. ഞാൻ വലിയ ടെൻഷനിലായിരുന്നു. അതിനേക്കാൾ വലിയ ടെൻഷനില്ല ഞാൻ. എന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുക. എന്നെ കൊണ്ടുപോവോ?
ഞാൻ വിളിച്ചാ വരുമോ? എവിടെ വേണേലും വരാം. എന്നാ ഞാൻ ബാംഗ്ലൂർക്ക് വരട്ടെ? അത് വേണ്ട, ഞാൻ ഇന്ന് നാട്ടിൽ പോവാ. എന്നാ ഞാൻ വീട്ടിലേക്ക് വരാം. വീട് എവിടാന്ന് പറഞ്ഞാ മതി. വേണ്ട, എന്റെ അമ്മമാര് ഭയങ്കര പ്രശ്നക്കാരാ. അനിയൻകുട്ടി പറ, ഞാൻ എവിടെ വരണ്ടേ? എന്റെ വീട്ടിൽ നിന്ന് കുറെ ദൂരമുണ്ട് ഒരുവാതിൽ കോട്ടയ്ക്ക്. സാരില്ല, ഞാൻ എങ്ങനെയെങ്കിലും എത്താം. എപ്പോഴാ വരണ്ടേ? 27-ാം തീയതി രാവിലെ 8 മണിക്ക് വന്നാ മതി. 27-ാം തീയതിയോ? എന്താ ഒന്നും പറയാത്തത്? ഞാൻ കാത്തു നിൽക്കും. അനിയൻകുട്ടി, വീട്ടുകാർക്ക് മുഴുവൻ അപമാനം വരുത്തി വെച്ചിട്ടാ ഞാൻ ഓടിപ്പോരുന്നത്. വരാതിരിക്കോ? വന്നില്ലെങ്കിൽ ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ലെന്ന് കരുതിയാ മതി. എങ്കിൽ അടുത്ത ട്രെയിനിന് ഞാൻ തലവെക്കും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ എത്തിയിരിക്കും, തീർച്ച. ഞാൻ ബുക്ക് സ്റ്റാളിന്റെ മുന്നിൽ കാത്തു നിൽക്കും. എന്നാ ഞാൻ വെച്ചേക്കട്ടെ? കൽക്കട്ട കൽക്കട്ട. ഇത്രയും നാള് വിളിച്ചിട്ട് കിട്ടാത്തതിലുള്ള നഷ്ടമൊക്കെ നികത്തി തന്നെ നന്ദി. ഇതാ ബില്ല് 740 രൂപ. ഇന്നാ 800 രൂപയുണ്ട്. ആ. ബാക്കി താമസം. എന്തൊരു തങ്കപ്പെട്ട മനുഷ്യൻ. ഞാൻ തെറ്റിദ്ധരിച്ച് ഇടക്കിടക്ക് വരണേ. എന്നാ ഞാൻ പോട്ടെ. വേഗം കൊടുക്ക്. അതെ, നമുക്ക് ഈ ബസ് വേണ്ട. അതിന് പകരം 10 അംബാസഡർ കാർ ആയിക്കോട്ടെ. പിന്നെ ചെക്കനെ പെണ്ണിനെ ഇരിക്കാൻ ഒരു CN. ഈ കാറുകൾ ഇങ്ങനെ നിരനിരയായി നമ്മുടെ പച്ചപ്പട്ട് വിരിച്ച ഗ്രാമത്തിലൂടെ പോകുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കിയേ. സങ്കല്പിച്ചു. സംഗതി നല്ല സുഖമുണ്ട്. എടാ ചെറുക്കാ, നീ എന്നെ കുളിപ്പിച്ച് കരുതുന്ന ലക്ഷണമാണല്ലോ. അച്ഛാ, ഈ കല്യാണം ജീവിതത്തിൽ ഒരിക്കലേ ഉള്ളൂ. അവിടെ പണം ഒരു പ്രശ്നമാക്കരുത്. മൊത്തം ബില്ലിംഗ് തന്നെ I will pay. എനിക്ക് ഒറ്റ ദുഃഖേ ഉള്ളൂ, ഈ കല്യാണം കാണാൻ എന്റെ ഡാഡി മമ്മി ഇവിടെ ഇല്ലല്ലോ. പാവങ്ങൾ. ഉടനെ ഒരു കമ്പി അടിച്ചാ വരുമോ? ബുദ്ധിമുട്ടാ. ആ കുഴപ്പമില്ല, അവരെ നമുക്ക് വീഡിയോ കാണിക്കാം. ആ പിന്നെ സദ്യക്ക് ബോളി ഉണ്ട്. എത്തിയല്ലോ കാലാൽപ്പട. നമസ്കാരം. ആ ഉണ്ണിത്താന്റെ ആക്രമണം ഏത് നിമിഷത്തിലും ഉണ്ടാകാം. അതിലൊരു മുൻകരുതല. ഇവരെ ഷൊർണൂര് രാഷ്ട്രീയ ഗുണ്ടകളാ, ചോരകൻ തറപ്പ് മാറിയവർ. വിശ്വസിച്ചേൽപ്പിക്കാം. നീ ഇതെവിടെയായിരുന്നു? ഇതൊരു കല്യാണ വീടാ. മണവാളിനെ പലരും തിരക്കും. എനിക്ക് പകരല്ല ചെവിൻ ഇവിടെ നിർത്തിയത്. എന്നാ ഒരു കാര്യം ചെയ്യാം, നാളെ നിനക്ക് പകരം ഇവനെ കൊണ്ട് കെട്ടിച്ചേക്കാം. അല്ല, നീ സത്യം പറഞ്ഞോടാ? ഇങ്ങൊന്നേ. എന്താണ്? ഒന്നും അറിഞ്ഞിട്ടില്ല. നീയായിട്ട് അറിയിക്കാതിരുന്നാ മതി. പിന്നെ എന്തിനാ എപ്പോഴെപ്പോഴും കൊള്ളിച്ചു പറയുന്നത്? എടാ, അത് നമ്മുടെ മനസ്സിൽ കള്ളത്തരമുള്ളോണ്ട് തോന്നണല്ലേ. ആട്ടെ, നീ ഇതുവരെ എവിടെയായിരുന്നു? എടാ, ഒരു ട്വിസ്റ്റ് ഉണ്ടേ. എന്താ, ടിക്കറ്റ് കിട്ടിയില്ലേ? ഒന്നല്ല 2 എണ്ണം. ഓക്കെ, എന്തിനിപ്പോ 2 എണ്ണം? ഞാൻ ഒറ്റക്കല്ലല്ലോ പോന്നത്, അവളും ഇല്ലേ? ഏതാ അവള്? മേരി മുഹബത്ത്, ബാംഗ്ലൂർ ലड़की. അതേടാ, എനിക്ക് അവളെ ഫോണിൽ കിട്ടി. അവളുടെ കല്യാണമൊന്നും, പക്ഷെ എന്റെ കൂടെ ഇറങ്ങി വരാന്ന് പറഞ്ഞു. എന്നിട്ടൊരു ചോദ്യം, ഞാൻ വരാതിരിക്കുമെന്ന്. ഞാൻ എത്തിയില്ലെങ്കിൽ ചത്തൂന്ന് കരുതിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവള് പറയാ, എന്നാ അടുത്ത ട്രെയിൻ അവൾ തലവെക്കുമെന്ന്. എന്തൊരു സ്നേഹമല്ലട അവൾ. ആ, അടയാളം കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ആ ബുക്ക് സ്റ്റാളിന് മുമ്പിൽ നിൽക്കാന്നാ പറഞ്ഞത്. എന്തു പറ്റിടാ? ഒന്നുമില്ല. ഈ വിഷയത്തിലൊന്നും നീ ഇടപെടണ്ട. ഫുൾ സ്വിംഗിൽ അച്ഛന്റെ കൂടെ നിന്നോണം. എല്ലായിടത്തും നിന്റെ വക്രബുദ്ധി പ്രവർത്തിക്കണം. മോനെ, നിങ്ങൾ അവിടെ എന്തെടുക്ക? ആ ഉണ്ണിത്താൻ ഇങ്ങോട്ട് പുറപ്പെടാൻ അവിടെ പടയൊരുക്കം നടത്തുന്നു. ഇവിടെ നടക്കുന്നതൊക്കെ അയാൾ അറിഞ്ഞു. ഇതേ മുഹൂർത്തത്തിൽ നിന്നെ കൊണ്ടുപോയി ബലമായിട്ട് കെട്ടിക്കാനുള്ള പരിപാടിയാ. എങ്ങനെയെങ്കിലും അത് തടയണം. എന്തായാലും ഈ മുറ്റത്തൊരു ചോരപ്പുഴ ഒഴുക്കണ്ട. അതിനു മുമ്പ് ശത്രുപാളയത്തിൽ നമ്മുടെ രാഷ്ട്രീയ പടയത്തെ. എടോ, ആ ഉണ്ണിത്താനടക്കം എല്ലാവരും ഇന്ന് തന്നെ ആസ്പത്രിയിൽ എത്തിയിരിക്കണം. ചുരുങ്ങി ഇത് 1 മാസം കഴിഞ്ഞിട്ട് അവർ ഇറങ്ങാവൂ. നിക്ക, വെട്ടും കൊലയും ബുദ്ധിയല്ല. ഈ കാരണം കൊണ്ട് നാളെ നിങ്ങൾ എല്ലാവരും ജയിലിൽ കിടന്ന് അഴിയണേണ്ടി വരും. ഇത് എനിക്ക് വിട്ടാ, ഞാൻ സോൾവ് ചെയ്തോളാം. ഒറ്റയ്ക്ക് എന്നും ഞാൻ ഒറ്റയ്ക്കല്ലുള്ളൂ, അത് മതി. മോനെ, നല്ല സൈസൊത്ത 10-20 അവിടെ കാണും. അവര് നിന്നെ നിരത്തും. കപ്പല് മറിക്കാൻ കൊഞ്ചുപൊടി മതിയെന്നല്ലേ കണക്ക്. അവരെ നേരിടാൻ എനിക്ക് ബുദ്ധിമതി, ശക്തി വേണ്ട. ബുദ്ധി നിങ്ങൾക്ക് കുറവാണെന്നറിയാം. എന്നാര് പറഞ്ഞു? അതുകൊണ്ടാണല്ലോ ഈ പണിക്ക് വന്നത്. എല്ലാം വിശദമായിട്ട് പറഞ്ഞു മനസ്സിലാക്കടാ. നമ്മളിപ്പോ പോണത് കുറുപ്പിന്റെ വീട്ടിലേക്കാണ്.
അവിടെ ചെന്ന് നമ്മൾ അടി തുടങ്ങുമ്പം എതിർ ടീമിലെ 3-4 എണ്ണം വെറുതെ വായും പൊളിച്ചു നിൽക്കണം നമ്മളെ മുതലാളിയുടെ മേക്കിട്ട് കയറാൻ ചെല്ലും. മുതലാളിയുടെ എല്ല് പറപടാന്ന് ഓടിയണ കാണാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് മുതലാളിയുടെ സംരക്ഷണ ചുമതല നിനക്കായിരിക്കും. എന്റെ ബോഡിയുടെ ചുമതല നിനക്ക്. ചെക്കനെ പൊക്കേണ്ട ചുമതല നിനക്ക്. എനിക്കാരാ ചെക്കൻ അറിയില്ല. കണ്ടാ കൊള്ളാൻ പിടിടാ. എനിക്ക് അവരെ തന്നെ വേണം. കൂട്ടത്തിൽ നല്ല പെങ്കൊച്ചുങ്ങളുണ്ടെങ്കിൽ വിടണ്ട. ഞാൻ കെട്ടിയിട്ടില്ല. നിന്നെ ഞാൻ കെട്ടുകെട്ടിക്കും. ഓ എന്നാ പുറപ്പെടാം. അവന്മാരുടെ പാർട്ടിയാ. അത് ഇവിടുന്ന് തുടങ്ങിക്കോ. എന്താണ് പറഞ്ഞത് കേട്ടില്ലേ? ഞങ്ങളുടെ കൈ വീണാൽ ഇവൻ ചത്തുപോകും. ഞരമ്പ് ഇവൻ ഞങ്ങൾക്കൊരല്ല. ഇവനെ പോലെ കുറെ എണ്ണ അവിടെ കാണൂ. അപ്പൊ നിങ്ങൾ തല്ലില്ലേ? അവൻ എന്റെ അടുത്തേക്ക് വരുന്നു. അടിയടാ. വേണ്ട. എന്താടാ നിന്നത്? വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളുടെ ശത്രുവായിട്ടല്ല വന്നത്. പിന്നെ മിത്രമായിട്ടാണോ? അതെ. നിങ്ങളിപ്പോ അങ്ങോട്ട് ചെല്ലുന്നത് ബുദ്ധിയല്ല. ഇവന്മാരെക്കാളും നല്ല തന്റെ ഇടവും തടിമെടുക്കുമുള്ള ഷൊർണൂർ ഗുണ്ടകൾ അവിടെയുണ്ട്. ഈ ഓച്ചറ പ്രദേശത്തിന്റെ കയ്യിൽ അവര് ഭസ്മം. അതൊക്കെ വെറും തോന്നല. അവന്മാരുടെ കയ്യിൽ എങ്ങാനും ഇതുങ്ങളെ കിട്ടിയ അടിച്ചൊതുക്കി മടക്കി എടുത്ത് ആശുപത്രിയിൽ എത്തിക്കും. എന്നിട്ട് അവർ മനസ്സമാധാനത്തോടെ നാളെ കെട്ടെടുത്തും ചെയ്യും. എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം. ഞാൻ കൊച്ചുറുപ്പിനെ ഇവിടെ എത്തിക്കാം. സംശയിക്കണ്ട. എന്ന് മനീതിക്കെതിരെ ശബ്ദം ഉയർത്തുന്നവനാണ് ഞാൻ. സത്യമെല്ലാം അറിഞ്ഞത് ഇപ്പോഴാണ്. ഒരു പാവം പെൺകുട്ടിയെ വഞ്ചിച്ചിട്ട് മറ്റൊരു പെണ്ണിനെ താലി ചേർത്താൻ ഞാൻ സമ്മതിക്കില്ല. ഒരുക്കങ്ങൾ നടക്കട്ടെ. മുഹൂർത്തത്തിന് മുമ്പ് അവനെ ഞാൻ എവിടെ എത്തിക്കണമെന്ന് പറ. എത്തിക്കേണ്ടത് ഭഗവതി ക്ഷേത്രത്തിൽ. പക്ഷെ നിന്നെ വിശ്വസിക്കാവോ? വിശ്വസിക്കാം, ഉറപ്പ്. നീ ഇതുവരെ നിന്റെ ഉറ്റ സുഹൃത്തിനോട് കാണിച്ച അതേ സ്നേഹവും ആത്മാർത്ഥതയും നാളെ എന്നോടും കാണിക്കില്ല എന്നെന്താ ഉറപ്പ്? മനസ്സിലായില്ല. നീ എന്നെ വലിപ്പിക്കില്ല എന്നെന്താ ഉറപ്പ്? ഞാൻ വലിപ്പിക്കില്ല. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? വലിപ്പീര് കേസുകളെ കണ്ടാൽ ഇവന്മാർക്കറിയാം. മുതലാളി പയ്യനും ഒപ്പിച്ചോണ്ട് വന്നു. പെണ്ണിനെ ഒരുക്കി കഴിച്ചില്ലേ? എന്നാ വിളിച്ചോണ്ട് വാടി. ഞാനൊന്ന് പറയട്ടെ പ്ലീസ്. എനിക്ക് കേക്കണ്ട. ഇനിയെങ്കിലത് മോഹനത്തിനാ. നീ കണ്ടെത്തിയ ചെക്കനെ കൊണ്ടുതന്നെ കെട്ടിക്കാൻ പോണേ. എനിക്ക് സരസ്വനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. അതൊക്കെ കെട്ട് കഴിച്ച് സൗകര്യം പോലെ ചോദിച്ചാൽ മതി. അതിനുള്ള സൗകര്യം ഞങ്ങൾ ചെയ്തു തരാം. മിണ്ടരുത്. എല്ലാവരും കേൾക്കേണ്ട കാര്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എടീ, നിന്നെ ഞാൻ കെട്ടണം. നീ സ്നേഹിച്ചത് എന്നെയാണോ? നീ ഒന്ന് ഒളിച്ചോടാൻ നോക്കിയത് എന്നോടൊപ്പമാണോ? ഒന്ന് ഇനി പേടിച്ചു നിൽക്കാതെ വാ തുറന്ന് പറയടി. ഞാനാണോ നിന്നെ കെട്ടേണ്ടത്? അവള് സ്നേഹിച്ചത് എന്നെയാ. എന്റെ അടുത്തേക്കാ അവളൊന്ന് ഒളിച്ചോടി വന്നത്. അപ്പൊ അതാണ് സത്യം. പക്ഷെ മോനല്ലേ? അതേന്ന് പാവം ചെക്കനാ. ഇത് വളരെ കഷ്ടമാണ്. ശരിയാ. ഇപ്പോഴെങ്കിലും നിനക്ക് നട്ടലുണ്ടായാലും തുറന്നു പറയാൻ. ഇക്കാര്യത്തിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ കുട്ടിയോട് ചോദിച്ചു നോക്കാം. നേരാണോ കുട്ടി? അതെ, എനിക്ക് മണിക്കുട്ടിനാണ് ഇഷ്ടം. സത്യം തുറന്നു പറഞ്ഞാൽ ഇവന്റെ തല കാണില്ലെന്നുള്ള പേടി കൊണ്ടാ ഇത്രയും കാലം മറച്ചു വെച്ചത്. ഇനി തീരുമാനിക്കേണ്ടത് നിങ്ങളാ. ഞാൻ ഈ കുട്ടിയെ കെട്ടണോ അതോ പരസ്പരം സ്നേഹിക്കുന്ന ഇവർ തമ്മിൽ ചേരണോ? ഉത്തരം ഞാൻ പറയാടാ. നീ തന്നെ കെട്ടിയാ മതി. അച്ചു, താലി ഇവിടെ. മുതലാളി, ന്യായത്തിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ കെട്ടു നടക്കേണ്ടത് മണിക്കുട്ടനും സരസ്വം തമ്മിലല്ലേ? അച്ഛനെ തുടർന്ന് ഞങ്ങൾ തൊഴിലാളികൾ ഒറ്റക്കെട്ടാ. മണിക്കുട്ട, ധൈര്യമായിട്ട് പോയി താലി കെട്ടടാ. തന്റെ മോൾ ഒരുത്തിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് മുഹൂർത്തത്തിന് മുമ്പ് പച്ചയായി തെളിഞ്ഞ സ്ഥിതിക്ക് ആ കല്യാണം തന്നെയാണ് നടക്കേണ്ടത്. മണിക്കുട്ട ചെല്ലടാ. നാദസ്വരം. മുതലാളി, ഈ താലി അവന്റെ കൊടുത്തിട്ട് കെട്ടാൻ പറ. നീങ്ങി വന്ന് മോളിങ്ങോട്ട് കെട്ടടാ. ആ മാല കെട്ടാ. അതും
ഈശ്വര എന്തായി കാണുന്നത്? ഇത് വിധിയാ വരേട്ടാ. ഒളിച്ചോടിയെ കല്യാണം കഴിക്കുന്നവന്റെ ജാതകത്തിലുണ്ടായിരുന്നു. കെട്ടാൻ പോണ പെണ്ണിനെയും കൊണ്ട് എന്നെ വിളിച്ചോടണോ? അതെ, അത് തന്നെയാ എനിക്കും അതിശയം. അനിയൻകുട്ടി, പൊറുക്കണം, എല്ലാം പൊറുക്കണം. ഞാൻ പോവാ ബാംഗ്ലൂർക്ക്. കല്യാണമൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും വരണം. വരട്ടെ.